വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശയ്യ 64 അധ്യായം. ദൈവത്തോടുള്ള പ്രാർത്ഥനയും മനുഷ്യരുടെ പാപബോധവും ദൈവത്തിന്റെ കരുണയ്ക്കായുള്ള അപേക്ഷയുമാണ്. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവെ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. 64 അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. യേശയ്യ 65 അധ്യായം ദൈവത്തിന്റെ വിധിയും കരുണയും പുതിയ ആകാശവും പുതിയ ഭൂമിയും സംബന്ധിച്ച വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതാ, ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വെക്കുകയോ ചെയ്യുകയില്ല. യേശയ്യ 65 അധ്യായം 17 തിരുവചനം. ഇതേ തിരുവചനം പുതിയ നിയമം വിശുദ്ധ പത്രോസിന്റെ 2 ലേഖനം 3 അധ്യായം 12-13 തിരുവചനങ്ങളിലും വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 1 തിരുവചനത്തിലും വ്യക്തമായി പ്രതിപാദിക്കുന്നു. യേശയ്യയുടെ പുസ്തകം അവസാന അധ്യായം 66 ദൈവത്തിന്റെ മഹത്വവും വിധിയും പുതിയ ആകാശവും ഭൂമിയും സംബന്ധിച്ച അന്തിമ വാഗ്ദാനങ്ങൾ അടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ ഭക്തിയെപ്പറ്റി 1-2 തിരുവചനങ്ങളിൽ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ആകാശം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. എന്ത് ഭവനമാണ് നിങ്ങൾ എനിക്ക് നിർമ്മിക്കുക? ഏതാണ് എന്റെ വിശ്രമസ്ഥലം? കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്. ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. 22 തിരുവചനത്തിൽ, ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.